കഴിഞ്ഞ ദിവസമാണ് ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് സ്പോർട്സ് ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു മാധ്യമം പങ്കുവെച്ചത്. അവർ പങ്കുവെച്ച അപ്ഡേറ്റ് അനുസരിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര സൂപ്പർ താരവും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി താരവുമായ വിപിൻ മോഹനനെ സ്വന്തമാക്കാൻ ISL ക്ലബായ ഈസ്റ്റ് ബംഗാൾ നിലവിൽ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു അപ്ഡേറ്റ് ആയിരുന്നു സ്പോർട്സ് ഗ്ലോബൽ എന്ന് പറയുന്ന മാധ്യമം പങ്കുവെച്ചത്. എന്നാലും വലിയൊരു ട്രാൻസ്ഫർ ഫീ തന്നെ വിപിനെ കൊണ്ടുപോകാനായി ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ള അപ്ഡേറ്റും വന്നിരുന്നു. കൂടാതെ വിപിൻ മോഹനനും വലിയൊരു ഓഫർ തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ നൽകിയിട്ടുള്ളതെന്നാണ് സ്പോർട്സ് ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ വിപിൻ മോഹനനും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനും ഇപ്പോൾ ഒരു ഓഫർ ലെറ്റർ ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ അയച്ചിട്ടുണ്ടെന്നുള്ള അപ്ഡേറ്റും നിലവിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും 2027 വരെയായിരുന്നു ബ്ലാസ്റ്റേഴ്സുമായി വിപിൻ മോഹനന് കരാറുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 2 വർഷത്തെ കരാർ കൂടി അദ്ദേഹത്തിന് നീട്ടി 2029 വരെയുള്ള വലിയൊരു കരാറാണ് അദ്ദേഹത്തിന് ISL 11ാം സീസൺ ഇടയിൽ വെച്ച് തന്നെ ബ്ലാസ്റ്റേഴ്സ് നൽകിയത്. അതുകൊണ്ട് തന്നെ വിപിൻ മോഹനനെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. കാരണം എല്ലാ മത്സരത്തിലും നമുക്കറിയാം വിപിൻ മോഹനനാണ് മുൻനിര നിരയിലേക്ക് പന്തുകളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ വിപിൻ മോഹനൻ അവിടെ നിന്ന് പോയാൽ ബ്ലാസ്റ്റേഴ്സിന് വലിയൊരു തിരിച്ചടി തന്നെയാവും. കൂടാതെ വിപിന്റെ പകരക്കാരനെ കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ വിപിൻ മോഹനനെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കാനുള്ള സാധ്യതകൾ കുറവാണ്. കൂടാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവിയിലെ ഒരു താരമായിട്ടാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് വിപിൻ മോഹനനെ കാണുന്നത് എന്നുള്ളൊരു കാര്യമാണ് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകനായ അശ്വലി അറിയിച്ചത്. അതുകൊണ്ട് തന്നെ വിപിൻ മോഹനൻ ക്ലബ്ബ് വിട്ടു പോകാനുള്ള സാധ്യതകൾ വളരെ കുറവാണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എന്തായാലും ഇപ്പോൾ സഹൽ അബ്ദുൽ സമദിന്റെ കാര്യത്തിൽ സംഭവിച്ചത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എന്തായാലും ആ അബദ്ധം ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് കാണിക്കില്ല എന്നൊരു കാര്യം ഉറപ്പാണ്. എന്തായാലും ഇപ്പോൾ വിപിൻ മോഹനനെ സ്വന്തമാക്കാൻ ഈസ്റ്റ് ബംഗാൾ ഇപ്പോൾ വലിയൊരു ഓഫർ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനും അതുപോലെ തന്നെ വിപിൻ മോഹനനും ഇപ്പോൾ നൽകിയിട്ടുള്ളത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെയും അതുപോലെ തന്നെ താരത്തിന്റെ തീരുമാനം എന്താകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വിപിൻ മോഹനൻ ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ കുറവാണെന്ന് വേണം നിലവിൽ പറയാനായിട്ട്.